ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ആയാലോ? ദേ ഇവരാണ് കേട്ടോ താരങ്ങൾ. ബീട്രൂട്ട് കുറച്ച് വലുതായതുകൊണ്ട് നമുക്കതിൻ്റെ പകുതിയും, ആപ്പിൾ ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കണം. ഞാൻ കുറച്ച് കരിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ആഹാ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഐസ് ട്രേയിലേക്ക് മാറ്റാം. ഡെയിലി ഓരോ ഐസ് ക്യൂബ്സ് എടുക്കുന്ന രീതിയിൽ നമുക്ക് ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. ബീട്രൂട്ട് ആക്ച്വലി നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്ററാണ്. ഇതിനകത്ത് ഒരുപാട് മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇത് നല്ല അയൺ റിച്ച് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കൂടിയാണ്. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ലിവർ സെൽസിനെ സേഫായും ഹെൽത്തി ആയും വയ്ക്കാൻ ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ആപ്പിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പിളിനകത്ത് ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള അസുഖങ്ങളെ ഫൈറ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അയൺ റിച്ച് ആയതിനാലും ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയതിനാലും ബ്ലഡിലെ HB ലെവൽ കൂടുന്നത് മാത്രമല്ല, നമ്മുടെ മുടിക്കും സ്കിൻ ഗ്ലോയ്ക്കും നെയിൽസിൻ്റെ ഹെൽത്തിനും ഒക്കെ ഇത് നല്ല ബെനിഫിഷ്യലാണ്. യൂസ് ചെയ്ത് 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് വിസിബിൾ ഡിഫറൻസ് കാണാവുന്നതാണ്. വെളുക്കുക, നിറം വയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ലെങ്കിലും നമുക്ക് സ്കിന്നിൻ്റെ ഗ്ലോയും സ്കിന്നിൻ്റെ ടെക്സ്ചറും നന്നായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ വെച്ച ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നല്ല ഫ്രീസ് ചെയ്ത് ഐസ് ക്യൂബ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് എടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിനുശേഷം ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഐസ് ക്യൂബിനകത്തേക്ക് ഇളം ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് വെറും വയറ്റിൽ രാവിലെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ല, ഹെൽത്തി ഡ്രിങ്കായിട്ട് ബ്ലഡ് കൗണ്ട് വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ്. ഈ സെയിം ഡ്രിങ്ക് ഹെയർ ലോസ് ഉള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം ഇത് ട്രൈ ചെയ്യാൻ പാടില്ല. 1 or 2 വീക്സ് യൂസ് ചെയ്ത ശേഷം ചെറിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിന് ശേഷം മാത്രമേ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് കാലം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുടിക്കുമ്പോൾ നമുക്ക് BP ഇഷ്യൂസ്, ബ്ലോട്ടിംഗ് ഇഷ്യൂസ്, സ്റ്റൊമക്ക് അപ്സെറ്റ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് 1 to 2 വീക്സ് യൂസ് ചെയ്ത ശേഷം പിന്നെ ഒരു 2-3 വീക്സ് ഗ്യാപ്പ് എടുക്കുക. അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ യൂസ് ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു. ബൈ.